47ാമത്തെ ചോദ്യം എന്താണ്? പ്രത്യേക അസൈൻമെന്റുകൾ, സ്വതന്ത്ര പ്രോജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? ഏതാണ്? 47ാമത്തെ ചോദ്യം. പ്രതിഭാധനരായ കുട്ടികൾക്ക്. ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ എ ആണ് വരിക. ഉൾക്കാഴ്ച പഠന സിദ്ധാന്തം ഏത് മനഃശാസ്ത്ര ചിന്താധാരയാണ് മുന്നോട്ട് വെച്ചത്? ഏതാണ്? എന്താ ഉഷാറില്ല? ഞാൻ പാട്ട് പാടണോ? ഏതാ വരിക? 48 ഡി ആണ് വരിക. ഗസ്റ്റാർട്ട് മനഃശാസ്ത്രം അല്ലെ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഗുഡ് മോർണിംഗ് മാം അനിത. ഗുഡ് മോർണിംഗ്. 49 ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ഏത് വരും നോക്കാം. സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിലെ വ്യത്യാസം. ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ബ്രൂണറുടെ ആശയ രൂപീകരണ പ്രക്രിയ പിന്തുടരുന്ന ടീച്ചർ 5ാം ക്ലാസ്സിൽ ത്രികോണത്തിന്റെ പ്രത്യേകതകൾ പഠിപ്പിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ത്രികോണം എ ബി സിയിൽ കോൺ A+B+C 180 ഡിഗ്രിയാണ് എന്ന ബോർഡിൽ എഴുതി. ഇത് ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? ഏത് ഘട്ടമാണ്? ഏതാണ്? 50ാമത്തെ ചോദ്യം. ആൻസർ നമുക്ക് എല്ലാം അറിയാം. എന്താണ്? 50C ആണ് അല്ലെ? എന്താ? പ്രതീകാത്മക ഘട്ടമാണെന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. എന്നാ ഒരു ലൈക്ക് ഇട്ടേ എനിക്ക്. അങ്ങനെ 51ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിന് ഉപയോഗിക്കുന്നത് ഏതാണ്? 51 ഓപ്ഷൻ എ വരും അല്ലെ? ഏതാണ്? ഓപ്ഷൻ എ വൈസ് അല്ലേ വരിക? ഓപ്ഷൻ എ ആണ് വരിക. പിന്നെ എന്താണ്? 52ാമത്തെ ചോദ്യം നോക്കാം. 7ാം ക്ലാസ്സിലെ ലീഡറാണ് വിദ്യ. ഓക്കെ, ക്ലാസ്സിലെ മറ്റു കുട്ടികളുമായി അവൾ നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീരുമാനമെടുക്കാനുള്ള കഴിവ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള കഴിവ്, സഹകരണ മനോഭാവം, അനുതാപം എന്നീ കഴിവുകളും വിദ്യക്കുണ്ട്. വിദ്യ ഈ കഴിവുകൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ? എന്താണ്? വൈകാരിക ബുദ്ധി. എന്താണ്? ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആണോ? ദെൻ സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. നിങ്ങൾ സൈക്കോളജിയിൽ മുഴുവൻ മാർക്ക് അടിക്കും കേട്ടോ. നോക്കിയ പരീക്ഷയ്ക്ക് ഞാനാ പറയുന്നത്. കേരളത്തിലെ സ്കൂളുകളുടെ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ് ആ പോർട്ടൽ? നല്ലത് പറഞ്ഞിട്ട് കൂടി ഒരെണ്ണം എനിക്ക് ഇമോജി തരുന്നില്ല. ഏതാണ്? വിക്കിപീഡിയ ആണ്. വരുവാ വിക്കിപീഡിയ? അങ്ങനെ വരും. ഓപ്ഷൻ ബി അല്ലേ വരിക? സ്കൂൾ വിക്കി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. അടുത്ത് വിദ്യാഭ്യാസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? ആ സ്ഥാപനം? ഏതാണ്? സിമാറ്റ്. ഓപ്ഷൻ എ ആണ് അല്ലെ? ഇതാണ് ഓപ്ഷൻ എ ആണ് വരിക. ദെൻ മരങ്ങൾക്ക് ജീവികളെ പോലെ ചലനശേഷി കൈവന്നാൽ അതിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരിക്കും? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന്റെ വികാസനത്തിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ അനുയോജ്യം? ഏതാണ്?
56 ആൻസർ ഏതാണ്? 56 ഓപ്ഷൻ ഡി വരും അല്ലെ. ഏതാണ് സർഗവര? ഓപ്ഷൻ ഡി ആണ് വരിക. ക്ലിയർ ആണോ? ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഏതാണ് ആ സോഫ്റ്റ്വെയർ? പറഞ്ഞേ ഏതാണ്? 57 ഒരാൾ ആൻസർ പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അടുത്തേക്ക് പോവും. ഒന്ന് എന്ത് ചെയ്യാ? 57ാമത്തെ ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും വരിക. തെറ്റല്ലേ വരിക? ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? അങ്ങനെ 58ാമത്തെ ചോദ്യം, ജന്മനാ അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികാസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം? ഏതാണ്? 58 നമുക്ക് ഓപ്ഷൻ ഡി കൊടുത്താലോ? ആണോ? വികാസന മേഖല പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതാണ് ശരിയായ ആൻസർ. ക്ലിയർ ആണോ? then 59ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളെയും അവയുടെ തലസ്ഥാനങ്ങളെയും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏതുതരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? ഏതാണ്? 59. അർത്ഥപരമായ ബുദ്ധി വരുമോ പ്രക്രിയാപരമായ ബുദ്ധി വരുമോ? കറക്റ്റ് ആയിട്ട് പറഞ്ഞ് ഏതാണ് വരിക? 59 അർത്ഥപരമായ ബുദ്ധിയാണോ? ഷുവർ ആണോ? ഷുവർ ആണോ? അതോ ബി വരുമോ? ഓക്കെ, എന്താണ്? അർത്ഥപരമായ ഓർമ്മയാണ് ഓപ്ഷൻ സി ആണല്ലേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ക്ലിയർ ആണോ? ഓക്കെ, then താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? ആണ് മിസ് എന്നല്ല, ഞാൻ ആണ് പറഞ്ഞല്ലേ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്നും കൂടി ഒന്ന് കുടഞ്ഞതല്ലേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി വരും അല്ലെ. എന്താ? മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏത്? അറുപത്തിയൊന്ന്. ഏത് ആൻസർ വരിക? ഓപ്ഷൻ എ വരും അല്ലെ. അറിവിന്റെ ദാതാവ് അല്ലെ. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ ആണോ? പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെ കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? അറുപത്തിരണ്ട്. ഏതാണ്? കേസ് സ്റ്റഡി ആണ് വരെ. ഓപ്ഷൻ സി വരും, കേസ് സ്റ്റഡി ആണ്. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടികളെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? പറഞ്ഞേ. എങ്ങനെയാ വിശേഷിപ്പിക്കുന്ന? 63ാമത്തെ ചോദ്യം, കൈത്താങ്ങു നൽകൽ. എന്താണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്രിയാധ്യാപനം റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രത്തിന്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്?
പ്രതികൃതിയ അധ്യാപനം ഏതാണ് ആൻസർ? ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ എ വരും, ബി വരുവോ, എ വരുവോ? വൈഗോട്സ്കി അല്ല, ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഓപ്ഷൻ എ ആണ് വരിക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത എന്താണ്? എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി വരും അല്ലെ, സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെയാ പരീക്ഷയ്ക്ക് വരിക, അങ്ങനെ ചിന്തിക്കുക കേട്ടോ. ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? നിങ്ങൾക്ക് അവിടെ എന്ത് വേണം? അവിടെ മാർക്ക് സ്കോർ ചെയ്യണം, അത് മാത്രം ചിന്തിച്ചാൽ മതി. ആൻസർ ഏതാ വരിക? 66ാമത്തെ ആൻസർ ഏതാ വരിക? 66 ഓപ്ഷൻ ഡി അല്ലേ വരിക? ഏതാ വരിക? ബിംബന ഘട്ടം. ഓപ്ഷൻ ഡി അല്ലേ ആൻസർ? ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? ഏതാ വരിക? 67ാമത്തെ ചോദ്യം എന്താണ്? ഓപ്ഷൻ സി അല്ലേ വരിക? അല്ലെ, 67 ഓപ്ഷൻ സി ആണ് വരിക. എന്താണ്? പ്രക്രിയാധിഷ്ഠിതമാണ് ആൻസർ. 68ാമത്തെ ചോദ്യം എന്താണ്? 68, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്രയാണ്? അറുപത്തിയെട്ട്. MA/CA/100 അല്ലെ, ഏതാ വരിക? 68ാമത്തെ ആൻസർ 9.8 വരുവോ? 68 ഓപ്ഷൻ എ വരും അല്ലെ. എത്രയാണ്? ഓപ്ഷൻ എ ആണ് വരിക. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത, സങ്കളിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കളിത വിദ്യാഭ്യാസം ഏതു സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? ഓപ്ഷൻ ഡി വരും, പൊതുവിദ്യാലയങ്ങൾ അല്ലെ, പൊതുവിദ്യാലയങ്ങളാണ്. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽസ് നിർമ്മിക്കുകയാണ്. മനുവിന്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ബി വരും, ബാഹ്യ അഭിപ്രേരണ അല്ലെ. ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത്? അവിടെ ഓപ്ഷനിൽ ഒരു ചെറിയ ഉണ്ട്, കുഴപ്പമില്ല. വില്യം, അവിടെ എന്താ വരിക ആൻസർ? വില്യം വൂഡ്സ് ആണ്. എന്താ വരിക ആൻസർ? വില്യം വൂണ്ട് ആണ് അല്ലെ. ഓപ്ഷൻ ഏതാ വരിക? 71ാമത്തെ ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. താഴെ കൊടുത്തിരിക്കുന്നതിൽ നേതൃത്വ പരിശീലനത്തെ പ്രയോജനപ്പെടുന്നത് ഏതാണ്? അത് ആൻസർ വില്യം വൂണ്ട് ആണ് കേട്ടോ. 72ാമത്തെ ആൻസർ. 72 ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഡി വരും അല്ലെ, ഇവയെല്ലാം അല്ലെ.
സ്കൂൾ പാർലമെന്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം വരില്ലേ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലിയർ ആണോ? സാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്ന പ്രക്രിയകളാണ്? 73ാമത്തെ ആൻസർ ഏതാ വരിക? സ്കീമയല്ലേ? 73 ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. അധ്യാപകർക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏതാണ്? എഴുപത്തിനാലാമത്തെ ചോദ്യം ഏതാണ് ആൻസർ വരിക? 74ാമത്തെ ചോദ്യം ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ബി വരെ. NCFTE 2009 ഓപ്ഷൻ ബി ആണ് വരിക. എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിന്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ഏതാ വരിക? 75ാമത്തെ ആൻസർ. ഓപ്ഷൻ എ അല്ലേ വരിക? ഓപ്ഷൻ എ ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. ഒരാശയത്തിന്റെ വിവിധ തലങ്ങൾ അതിന്റെ കാഠിന്യം അനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഏതാണ്? 76. ഓപ്ഷൻ സി വരുന്നത് എന്താണ്? ചാക്രിക രീതിയാണ്. ഓപ്ഷൻ സി ആണ് വരിക. ക്ലിയർ ആണോ? ദെൻ ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? 77ാമത്തെ ചോദ്യം ആൻസർ പറഞ്ഞ്. 77. ആശയമാണ് അല്ലെ? എങ്ങനെയാണ്? 77 ബി അല്ലേ വരിക? അല്ലെങ്കിൽ ജ്ഞാനം വരുമോ? ഇല്ലല്ലോ. ബി അല്ലേ? ആശയമല്ലേ? അടുത്തത് അടുത്ത ചോദ്യം എന്താണ് നോക്കട്ടെ. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആശയമല്ലെന്നോ? ആശയം തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ആശയം തന്നെ. ജ്ഞാനം വരില്ല, ആശയമല്ലേ? 78ാമത്തെ ഏതാണ്? 78 ഏതാ വരിക? അല്ലാന്നോ? 77 ആശയം തന്നെയാണ് കേട്ടോ. 78 സി ആണ് ആൻസർ. എന്ത്? വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും. ക്ലിയർ ആണോ? ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? എന്തിനാണ്? എന്നെ പോലെയുള്ളവർക്കായിരിക്കും അല്ലെ? എന്താണ് കുട്ടിക്ക് അനുഭവപ്പെടുന്നത്? നോക്കാം. ഭാഷ ശരിയായി ഉപയോഗിക്കുന്നത് അല്ലെ? ഓപ്ഷൻ ഡി ആണ് വരിക. പിന്നെ വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏതാണ്? എൺപതാമത്തെ ചോദ്യം ഏത് ആൻസർ വരിക? 80 ഓപ്ഷൻ ബി ആണ് വരിക. എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. സ്കൂൾ പ്രായം എന്ന് എറിക്സൺ വിളിച്ച കാലഘട്ടമാണ് ഏത് കാലഘട്ടമാണ്?
BALAയോ ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ് അല്ലേ? ഏതാ വരിക? 89 ഓപ്ഷൻ സി ആണ് വരിക അല്ലെ? ഓപ്ഷൻ സി ആണ് വരിക. അടുത്തത് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങൾ ശ്രേണിയിൽ ശാരീരിക ആവശ്യങ്ങൾ എന്നതിന്റെ തൊട്ടു മുകളിൽ വരുന്ന ആവശ്യമാണ്. എൺപത്തിരണ്ട്. ഓപ്ഷൻ ഡി വരും അല്ലെ? ഓപ്ഷൻ ഡി ആണ് വരിക. സ്നേഹിക്കപ്പെടുക എങ്ങനെയാ വരിക? ഓപ്ഷൻ ഡി അല്ലേ വരിക? സുരക്ഷിതത്വം അല്ലേ? ഓപ്ഷൻ ഡി ആണ്. 82 ഏതാ ആൻസർ വരിക? ആൻസർ ഡി തന്നെയാണ് കേട്ടോ, സുരക്ഷിതത്വമാണ്. 83 ബുദ്ധിയുടെ ജി ഘടകത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഏതാ വരിക മക്കളെ? 83 ചോദ്യം ഏതാ വരിക? പെടാത്തതാണ് കേട്ടോ. ഓപ്ഷൻ സി അല്ലേ വരിക? ഓപ്ഷൻ സി ആണ്. പരിസ്ഥിതിയിൽ നിന്നും ആർജിക്കപ്പെടുന്നു. ക്ലിയർ ആണോ? 84 ലൈംഗിക ചൂഷണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാർക്ക് വളരെ അത്യാവശ്യമായി നൽകേണ്ട കൗൺസിലിംഗ് ആണ് ഏത്? 84 സിയോ ഏതാണ് വരിക? പ്രതിസന്ധി നിവാരണ കൗൺസിലിംഗ് വരില്ലല്ലോ, പ്രതിരോധ കൗൺസിലിംഗ് അല്ലേ വരിക? ബി ആണ് ആൻസർ കേട്ടോ. നമ്മൾ അവിടെ ഓപ്ഷൻ മാറിക്കൊടുത്തു. എന്ത് ചെയ്യാ? ആൻസർ പ്രതിരോധ കൗൺസിലിംഗ് ആണ്. പിന്നെ എന്താണ്? പഠിതാക്കൾക്ക് അഹംബോധവും അവർ മുമ്പ് പരിചയപ്പെട്ട ആത്മാതലം, ആത്മാഭിമാനം തുടങ്ങിയ ആവശ്യങ്ങളായി താരതമ്യം ചെയ്യുന്നതിന് അവസരവും നൽകണം എന്നത് ആരുടെ തത്വമാണ്? ആരുടെ തത്വമാണ്? ഓപ്ഷൻ എ വരും അല്ലെ? കാൾ റോഗേഴ്സ് അല്ലേ? ഓപ്ഷൻ എ വരും. പ്രക്രിയ അധ്യാപനം ആരുടെ ആശയമാണ്? ആരുടെ ആശയമാണ്? ഓപ്ഷൻ ഏതാ വരിക? ഡി ആണ് വരിക അല്ലെ? വൈഗോട്സ്കി അല്ലെ? ഓപ്ഷൻ ഡി ആണ് വരിക. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേര് എന്താണ്? എന്താണ് പേര്? ഏതാ വരിക? 87 ഓപ്ഷൻ എ വരുമോ? എന്താണ്? സാമീപ്യ നിയമം വരുമോ? ഓപ്ഷൻ എ ആണ് വരിക അല്ലെ? 88 ചോദ്യം ഓർമ്മയുടെ അടിസ്ഥാന ഘട്ടങ്ങളിൽ പെടുന്നത് ഏതാണ്? ചോദ്യം ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്. മൂന്നും പെടില്ലേ? മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ആൻസർ. 88 ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 13 വയസ്സുള്ള റോണിയാണ്. റോണിയുടെ മാനസിക വയസ്സ് 8 ആണ് എങ്കിൽ ബുദ്ധിമാനത്തിന്റെ അടിസ്ഥാന റോണി ഏത് വിഭാഗത്തിൽ പെടും? എൺപത്തി 9 ചോദ്യം മൂഢബുദ്ധി വരുമോ? ഓപ്ഷൻ ബി അല്ലേ വരിക? ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ക്രിയാ ഗവേഷണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉപജ്ഞാതാവ്?
90-ാമത്തെ ചോദ്യം സ്റ്റീഫൻ എം കോറി ആണ് ആൻസർ. 90 ബി ആണ് ആൻസർ. ഇതാണോ? മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമയോജന തന്ത്രമാണ്? ഏത് തരം സമയോജന തന്ത്രമാണ്? ഏതാ വരിക? 91 ഓപ്ഷൻ സി വരും അല്ലെ, ഉദാത്തീകരണം. എന്താണ്? ഉദാത്തീകരണം. ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? തൊണ്ണൂറ്റിരണ്ട് ഏതാ വരിക? ബി വരുവോ? സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവത്കരണം. ഏതാ വരിക? ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് വരിക. 93-ാമത്തെ ചോദ്യം എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആരാണ്? 93 ഓപ്ഷൻ എ മാക്സ് വെർത്തിമർ അല്ലെ. ഏതാണ്? മാക്സ് വെർത്തിമർ. ഓപ്ഷൻ എ ആണ് വരിക കേട്ടോ. മനുഷ്യ മനസ്സിലെ പോലീസ് ബോസ് എന്നറിയപ്പെടുന്നത്? 94-ാമത്തെ ചോദ്യം അഹം. ഓപ്ഷൻ ബി ആണ് വരിക. എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. ദെൻ ഒരു ക്ലാസ്സിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീല എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെ ലീനയായും കൂട്ടുകാരിയായി നിർദ്ദേശിച്ചതായി കണ്ടു. ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ്? തൊണ്ണൂറ്റിയഞ്ച് ബിയോ? അല്ല, ഓപ്ഷൻ എ ആണ്. ക്ലിക്കുകൾ അല്ലേ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ജയകൃഷ്ണൻ ഒരു നാവികനാണ്, കുമാർ ഒരു ആർക്കിടെക്റ്റുമാണ്. ഇവരിൽ കാണപ്പെടുന്ന ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ്? ഏതാ വരിക? 96 ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണോ? ഓപ്ഷൻ സി ആണ് വരിക കേട്ടോ. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, പാത്രങ്ങൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളേക്ക് റീച്ച് ആദ്യ ബന്ധങ്ങളെ കുറിച്ചല്ലേ കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ഏത്? ഏതാ വരിക? 97-ാമത്തെ ചോദ്യം ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഡി വരും, സംവേദക ചാലക ഘട്ടം. ഓപ്ഷൻ ഡി ആണ് വരിക കേട്ടോ. 98-ാമത്തെ ചോദ്യം പാരമ്പര്യമോ അഭിരുചികളോ അല്ല, പരിശീലനമാണ് ഒരു വ്യക്തിക്ക് ആരാകണമെന്ന് തീരുമാനിക്കുന്നത്. ഇതേതു മനഃശാസ്ത്ര ചിന്താധാരയുടെ വീക്ഷണമാണ്? ഏതാ വരിക? 98-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ വരിക. ബിഹേവിയറിസം അല്ലെ വരിക? ഓപ്ഷൻ എ ആണ് വരിക. അതീത ചിന്ത എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്?
99 ചോദ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ. ഫ്ലോവൽ അല്ലേ വരിക? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. കാൾ റോഗേഴ്സ് വരുമോ? അല്ല, ഫ്ലോവൽ തന്നെയാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. സിദ്ധാന്തം ജിയൻ പാഷെ, ബോധവന്റെ സ്വർഗീകരണം ജെന്യമിഫ്ലിൻ, സഹവർത്തിക പഠനം വൈഗോട്സ്കി ആണ്. ഏതാണ് വരിക? ഓപ്ഷൻ ഡി അല്ലേ വരിക? എന്താണ്? വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് എന്നാണ് പറഞ്ഞത്. തെറ്റല്ലേ? നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്തേ. ക്ലിയർ ആണോ?